ഏ ഡാഡി, നിങ്ങൾ എന്തീ പറയുന്നത്? വരാൻ പറ്റില്ലെന്നോ? ഇന്നലെ വരെ പറഞ്ഞത് വരുമെന്നല്ലേ? സത്യം പറഞ്ഞ നിങ്ങൾ നേരത്തെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ? സ്വന്തം ചേട്ടന്റെ മോന്റെ വിവാഹല്ലേ? എടാ, ഞാൻ എന്ത് ചെയ്യാനാ? അവിടേക്ക് വരാൻ എത്ര നാളായി ട്രൈ ചെയ്യുക. നീ പോയ ശേഷം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. പിന്നെ ജേക്ക്, നിന്റെ അനിയൻ, അവനിവിടെ പാറിപ്പറന്ന് നടക്കുന്നതല്ലാതെ ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യില്ല. സഡൻ എമർജൻസി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അന്നെന്തായാലും അങ്ങ് സമയത്ത് തന്നെ എത്തിയല്ലോ. അവളെല്ലാം എനിക്ക് പകരം കണ്ടറിഞ്ഞ് ചെയ്തോളും. ഞാൻ ചേട്ടായോട് കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഞാനും ജയിക്കും അങ്ങോട്ട് എത്തിയേക്കാം. എന്തായാലും ഡാഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പലരും പലതും പറയുന്നുണ്ട്. മമ്മി എന്തായാലും നേരത്തെ വന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിൽ ശരി, ചെറുക്കൻ പള്ളിയിലേക്ക് ഇറങ്ങാൻ സമയായി. ഞാൻ വെക്കുക. ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി മോനെ, എല്ലാം മംഗളമായി നടക്കും. ഡാഡിയുടെ പ്രാർത്ഥനയുണ്ട്. എന്താ മോനെ, ഇച്ചായൻ എന്താ പറഞ്ഞത്? അത് മമ്മി, ഡാഡിയും ജയിക്കും ഈ ആഴ്ച കഴിഞ്ഞേ വരൂ. എന്ത് ചെയ്യാനാ, ആ തല തെറിച്ച ചെക്കനോട് ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നിട്ട് അവനൊന്നും ശ്രദ്ധിക്കാറില്ല. അവസാനം പണിയെല്ലാം ഡാഡിക്കും. ആ, എന്തായാലും ജിമിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീയും ജീനിയും തിരികെ ഇന്ത്യയിലേക്ക് വാ. ഡാഡിക്ക് തനി ഇനി പറ്റില്ല. ഇത്രയും നാള് ചെറിയ നോക്കാനാണെന്നും പറഞ്ഞു ഇവിടെ നിന്ന്. ഇനി അവനെ നോക്കാൻ തേയില്ലേ? നമുക്ക് അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഇറങ്ങാം. പെണ്ണും കൂട്ടരും അങ്ങ് എത്തിക്കാണും. ജൂണും അന്നയും നേരെ ലിവിംഗ് റൂമിലേക്ക് പോയി. അവിടെ മൈക്കിളും റീനയും ജെറിയും ബാക്കി കുടുംബക്കാരും നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും ജിമിനെ കാത്തു നിൽക്കുകയാണ്. വൈകാതെ ജിമിൻ സ്റ്റെയർ കേസിൽ നിന്നും വെഡ്ഡിംഗ് സ്യൂട്ടിൽ ഇറങ്ങി വന്നു. ഹായ് പപ്പ, പപ്പയെ കാണാൻ ഹാൻസം ആയിട്ടുണ്ട്. ജിമിൻ ജെറിയെടുത്ത് തോളിൽ വെച്ചു. അവനും ജിമിൻ ഇട്ടിരുന്നത് പോലെ ഒരു സ്യൂട്ടായിരുന്നു ഇട്ടിരുന്നത്. എന്റെ ജെറി മോനും ഹാൻസം ആയിട്ടുണ്ടല്ലോ. ജിമിൻ ജെറിക്ക് ഒരു ഉമ്മ കൊടുത്തു. ജെറി തിരിച്ചു. ശേഷം അവൻ മൈക്കിളിന്റെയും റീനയുടെയും അടുത്തേക്ക് നടന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി മോനെ. നിന്നെ ഒരിക്കൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. ഡാഡിക്ക് സന്തോഷായി. മനുഷ്യ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരയാതെ എല്ലാവരും സന്തോഷത്തോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കാറിൽ പള്ളിയിലേക്ക് ഇറങ്ങി. എന്തായി? നിങ്ങളുടെ ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ ഒരുക്കം എപ്പോഴേ കഴിഞ്ഞു. മോൾ ദേ ഫോട്ടോഷൂട്ടിന് നിൽക്കുക. അത് ശരി, നമ്മളവിടെ എത്താറായി എന്ന് കരുതി ചെറുക്കനും കൂട്ടരും ഇറങ്ങി. ഞങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ട് കുറെ നേരായി. നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ഇപ്പൊ പള്ളിയിൽ എത്തിക്കാണും. എങ്കിൽ നീ സമയം കളയാതെ മോളെ വിളിക്ക്. നമുക്ക് വേഗം ഇറങ്ങണം. മാഡം, കുറച്ച് ചെരിഞ്ഞു നിൽക്കാമോ? ആ, അങ്ങനെ തന്നെ. കൈയൊന്ന് ആ ചില്ലയിൽ പിടിച്ച് മാറല്ലേ. ഓക്കെ, റെഡി, സ്മൈൽ. അതെ, നിങ്ങളുടെ ചരിവും നടത്തും എല്ലാം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് ഇറങ്ങാമായിരുന്നു. അയ്യോ സാർ, നമുക്ക് വെറുതെ കുറച്ച് പിക്സ് എടുത്താ പോരാ. ഇപ്പോ ഇങ്ങനത്തെ സ്റ്റൈൽസ് ഒക്കെയാണ് ട്രെൻഡിങ്. നമ്മൾ ട്രെൻഡിനൊപ്പം പോകണ്ടേ? ആ, ഇവിടെ നിങ്ങൾ ട്രെൻഡിനൊപ്പം പോയാ അവിടെ പള്ളിയിൽ അച്ഛന്റെ പാട്ടിന് പോവും. ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തല്ലോ, അതൊക്കെ മതി. ബാക്കി കല്യാണം കഴിഞ്ഞ്. വാ മോളെ, നമുക്ക് വേഗം ഇറങ്ങാം. പാവം എന്റെ കുഞ്ഞ് രാവിലെ കുറച്ച് ചായ കുടിച്ചിട്ട് നിൽക്കുക. മമ്മി കുറച്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോളത് കുടിക്ക്. നമുക്ക് ഒട്ടും താമസിക്കണ്ട. ശരി മമ്മി, നമുക്ക് ഇറങ്ങാം. ടേയ സാറയുടെയും ബെഞ്ചമിന്റെയും ഒപ്പം കാറ് കിടക്കുന്ന ഇടത്തേക്ക് നടന്നു. അവിടെ അബ്രഹാം കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. ടേയെ വിവാഹവസ്ത്രത്തിൽ കണ്ട അബ്രഹാം തൻ്റെ മകളെ ഓർത്ത്, അവളുടെ നല്ല ഭാവിയെ ഓർത്ത് സന്തോഷത്തിൻ്റെ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ ഡാഡി, എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ മോളെ ഇങ്ങനെ കാണാൻ എന്ത് സുന്ദരിയാ. ആരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ. ആ, അപ്പന്റെയും മോളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങായിരുന്നു. ഇറങ്ങുവാടി.
പക്ഷേ ഞാൻ അതിനു മുൻപ് എന്റെ മോളെ ഇങ്ങനൊന്ന് കൺകുളിർക്കെ കാണട്ടെ. എത്ര കാലത്തെ എന്റെ ആഗ്രഹ. മതി എല്ലാവരും കയറ്, ഞാൻ വണ്ടി എടുക്കാൻ പോവാ. അങ്ങനെ അവർ എല്ലാവരും കാറിൽ കയറി പള്ളിയിലേക്ക് തിരിച്ചു. പള്ളിമുറ്റം നിറയെ ആളുകളുടെ കൂട്ടമായിരുന്നു. എല്ലാവരും പള്ളിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം കാറിൽ നിന്നും ജിമിനും കുടുംബവും ഇറങ്ങി. പുറകെ തേയും കുടുംബവും ഇറങ്ങി. അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞ പള്ളിവീഥികളിലൂടെ ജെറിയുടെ കൈയും പിടിച്ച് ജിമിനും തേയും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. വരനും വധുവും വന്ന ശേഷം പള്ളിയിലച്ഛൻ ശുശ്രൂഷകർക്കൊപ്പം പുറത്തേക്ക് വന്നു. വിവാഹ കൂദാശ ആരംഭിച്ചു. ചർച്ച് വെഡിങ് കൊയറിന്റെ അകമ്പടിയോടുകൂടി വിവാഹഗാനങ്ങൾ പള്ളിയിൽ ഉയർന്നു. മൈക്കിൾ ഏലിയാസിന്റെയും റീന മൈക്കിളിന്റെയും മകനായ ജിമിൻ ഏലിയാസ് മൈക്കിൾ, ഈ നിൽക്കുന്ന അബ്രഹാം മാത്യുവിന്റെയും സാറ അബ്രഹാമിന്റെയും മകളായ തേയ സാറ അബ്രഹാമിനെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. അബ്രഹാം മാത്യുവിന്റെയും സാറ അബ്രഹാമിന്റെയും മകളായ തേയ സാറ അബ്രഹാം, ഈ നിൽക്കുന്ന മൈക്കിൾ ഏലിയാസിന്റെയും റീന മൈക്കിളിന്റെയും മകനായ ജിമിൻ ഏലിയാസ് മൈക്കിളിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജിമിനും തേയും ഭാര്യ ഭർത്താക്കന്മാരായി ഈ സഭ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി മുതൽ സുഖത്തിലും ദുഃഖത്തിലും താങ്ങും തുണയുമായി മാറണം. രണ്ടുപേരും ഇനി മുതൽ ഒരു ശരീരവും ഒരു മനസ്സുമായി മാറുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളും നിങ്ങളുടെ വിവാഹ ജീവിതവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമീൻ. വിവാഹ കൂദാശകൾ കഴിഞ്ഞ ശേഷം ചെറുക്കനും പെണ്ണും രജിസ്റ്റർ ഒപ്പുവെച്ചു. ശേഷം വൈദികരുമൊപ്പം ഫോട്ടോ എടുത്തു. പള്ളിക്കുള്ളിലെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ജിമിനും തേയും പള്ളിയുടെ പുറത്തിറങ്ങി. അവിടെ 4 കുട്ടികൾ അവരെ അണിയിക്കാൻ മാലകളും ബൊക്കയുമായി നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം അവർ റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കയറി. പുതുമണവാളിനും പുതുമണവാട്ടിക്കും ഗംഭീര സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത്. സ്വീകരണമെല്ലാം കഴിഞ്ഞ് ജിമിനും തേയും സ്റ്റേജിലേക്ക് കയറി. ഓഡിറ്റോറിയം മുഴുവനും കുടുംബക്കാരും ഫ്രണ്ട്സും ബിസിനസ് പാർട്ട്നേഴ്സും മീഡിയയും കൊണ്ട് നിറഞ്ഞിരുന്നു. സ്റ്റേജിലെത്തി രണ്ടുപേരും ആദ്യം തന്നെ മെഴുകുതിരി തെളിയിച്ചു. പുതിയ ജീവിതത്തിൽ പ്രകാശത്തിന്റെ അകമ്പടിയോടുകൂടെ അവർ കാലെടുത്തു വെച്ചു. പിന്നെ കേക്ക് കട്ടിംഗ് ആയിരുന്നു. ജിമിനും തേയും കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവച്ചു. സ്റ്റേജിൽ വെച്ചുള്ള മെയിൻ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പല വശങ്ങളായി തയ്യാറാക്കിയ ഫുഡ് കൗണ്ടേഴ്സ് തുറന്നു. പല വിഭവങ്ങളടങ്ങുന്ന ഫുഡുകളായിരുന്നു തയ്യാറാക്കിയിരുന്നത്.
അതിഥികൾ എല്ലാവരും ഫുഡ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സ്റ്റേജിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം ഉയർന്നു വന്നത്. ഹലോ, എല്ലാവർക്കും എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കല്യാണത്തിൻ്റെ റിസപ്ഷനിലേക്ക് വെൽക്കം. സത്യം പറഞ്ഞ എനിക്ക് വലിയതായി സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജെറിയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി ജെറിയെ തന്നെ ശ്രദ്ധിച്ചു. സ്റ്റേജിൽ ഗസ്റ്റുമായി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ജിമിനും തേയും പതിയെ ജെറി നിൽക്കുന്ന ഇടത്തേക്ക് നോക്കി. ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ പപ്പയോടാണ്. എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന്. എനിക്കറിയാം എൻ്റെ പപ്പയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. പക്ഷേ ജോലി കാരണം പപ്പയെ എനിക്ക് എപ്പോഴും കാണാൻ പറ്റാറില്ല. പപ്പ എൻ്റെ കൂടെ എപ്പോഴും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇനി പപ്പ ഇല്ലെങ്കിലും എനിക്ക് കൂട്ടായി പപ്പ തേയമ്മയെ തന്നില്ലേ. താങ്ക് യു സോ മച്ച് പപ്പ. ജെറിയുടെ വാക്കുകൾ ജിമിന്റെ കണ്ണ് നിറയിച്ചു. എനിക്ക് അമ്മയില്ലാന്ന് എന്നോട് പലരും പറയുമ്പോഴും എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ തേമമ്മിയാ. ഞാൻ ഓർക്കുമ്പോ തേമമ്മി പണ്ട് തൊട്ടേ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ തേമമ്മി വീട്ടിൽ നിൽക്കാത്തോണ്ട് അമ്മച്ചിയോട് ചോദിക്കായിരുന്നു. ഇനിയിപ്പോ എനിക്ക് വിഷമിക്കണ്ട, കാരണം തേമമ്മി എൻ്റെ മമ്മിയായി. ഇനി വീട്ടില് എന്നും തേമമ്മി ഉണ്ടായിരിക്കും. ഇനി എനിക്ക് എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ജെറിയുടെ വാക്കുകൾ തേയുടെയും കണ്ണുകൾ നിറയിച്ചു. ജെറി പിന്നീട് ജിമിനെയും തേയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, താങ്ക് യു പപ്പ, മമ്മി, എന്നെ സ്നേഹിക്കുന്നതിന്. ഐ ലവ് യു സോ മച്ച്. ജെറി ഓടിച്ചെന്ന് ജിമിനെയും തേയും കെട്ടിപ്പിടിച്ചു. ജിമിൻ ജെറിയെ എടുത്ത് പൊക്കി അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത്. തേയും അതുപോലെ തന്നെ ജെറിക്ക് ഒരുമ്മ കൊടുത്തു. ഐ ലവ് യു ടു മോനെ. ലവ് യു ഡിയർ. മമ്മിയുടെ ചക്കരേ. ആ, പപ്പയും മമ്മിയും മോനും കൂടി ഇങ്ങോട്ട് നോക്കിക്കേ. ആ, റെഡി. മൈക്കിൾ സാർ, അബ്രഹാം സാർ, തീരെ പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളുടെ മക്കൾ തമ്മിലുള്ള വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞത്. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് പറയാമോ? അതിപ്പോ നിങ്ങൾക്കറിയാലോ, ജിമിന് നേരത്തെ സംഭവിച്ച കാര്യങ്ങൾ. ജെറി വന്ന ശേഷം അവൻ മുഴുവനായി ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചു. മോൻ വളർന്നു വരുന്ന സമയം അവന് ഏറ്റവും ആവശ്യം ശ്രദ്ധയും കരുതലുമാണ്. കൃത്യസമയത്ത് തന്നെ തേയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം പോലെ കടന്നു വന്നു. ജെറിക്ക് തേയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജിമിന് മറ്റൊരു വിവാഹം ആലോചിച്ചപ്പോൾ അതിന് ഏറ്റവും യോഗ്യത തേയ തന്നെയാണെന്ന് തോന്നി. അതുമാത്രമല്ല, ഞങ്ങളെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ജിമിനും തേയുമായിട്ടുള്ള വിവാഹം പണ്ടേ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചതാണ്. പക്ഷേ അന്നത് നടന്നില്ല. ഇന്ന് വീണ്ടും ഒരവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ അതങ്ങ് നടത്താമെന്ന് കരുതി. ഈ വിവാഹത്തോടൊപ്പം ഒരു ബിസിനസ് കൊളാബറേഷൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. എല്ലാവരും ഇവിടെ വന്ന് സഹകരിച്ചതിന് നന്ദി. ഡിയർ ഗസ്റ്റ്, ഇനി ചെക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ലെറ്റ്സ് വെൽക്കം ജൂൺ ആൻഡ് ജീനി ആൻഡ് ബെഞ്ചമിൻ ആൻഡ് ഷേമി ഫോർ എ ബ്യൂട്ടിഫുൾ ഡാൻസ്. अब तो मेरी रातें कटती तारे गिन गिन, बस तुझको पुकारा करे, मेरी बिंदिया इशारा करे। ओए लश्कारा लश्कारा तेरी बिंदिया का लश्कारा, ऐसे चमके जैसे चमके चांद के पास सितारा। मेरी पायल बुलाए तुझे, जो रूठे मनाए तुझे, ओ सजन जी, हाँ सजन जी, कुछ सोचो कुछ समझो मेरी बात को। बोले चूड़िया बोले कंगना, हाय मैं हो गया तेरा साजना। तेरे बिन जियो नहीं लगता मैं ते मर जावा। ले जा सोनिए ले जा दिल ले जा ओ।
അടുത്തതായി നമ്മുടെ ഇന്നത്തെ മിന്നും താരങ്ങൾ, നമ്മുടെ കല്യാണച്ചക്കന്റെയും പെണ്ണിന്റെയും ഡാൻസ് ആണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. അയ്യോ, ഡാൻസോ? അത് പിന്നെ ഞാൻ എന്ത് പിന്നെ? എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ. ഈ നിൽക്കുന്ന എന്റെ ചേട്ടൻ, അതായത് നിങ്ങളുടെ കെട്ടിയോ, ഒന്നാന്തര ഡാൻസറാണ്. പുള്ളി നോക്കിക്കോളും. ജെയ്മി തേയ്ക്ക് കൂടുതൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതെ സ്റ്റേജിന്റെ നടുവിലേക്ക് നിർത്തി. ജൂൺ ഇതേ സമയം ജിമിനെയും കൊണ്ട് അവിടേക്ക് വന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഡാൻസ് ഒക്കെ ഈ പ്രായത്തിൽ? ഓ പിന്നെ, നീ അങ്ങ് കിളവനായല്ലോ. ഒന്ന് പോടാ. ദേ, തേയുടെ മുമ്പിൽ നിനക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസര. നിന്റെ ഡാൻസ് മൂസൊക്കെ പുറത്തിറക്ക്, അവൾ ഞെട്ടട്ടെ. ജിമിന് മറ്റെന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ലൈറ്റ് എല്ലാം ഡിമ്മായി. തേയ ആകെ പരിങ്ങി നിൽക്കുമായിരുന്നു. ജിമിൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. എടോ, താൻ നെർവസ് ആകാതെ ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്താൽ മതി. ദാ എന്റെ കൈ പിടിച്ചോളൂ. ജിമിൻ ചെയ്യുന്ന ഡാൻസ് സ്റ്റെപ്സ് അതേപടി തേയ അനുകരിക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും ജിമിനും തേയും രണ്ടുപേരുടെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല. അവർ പോലും അറിയാതെ പാട്ടിനനുസരിച്ച് അവർ ഒഴുകി നടന്നു. ഒരു മായാലോകത്തേക്ക് പോയതുപോലെയാണ് രണ്ടുപേർക്കും തോന്നിയത്. അവിടെ അവർ രണ്ടുപേരും മാത്രമാണെന്ന് തോന്നിപ്പോയി. എല്ലാവരുടെയും കൈയടിക്കുന്ന ശബ്ദം കേട്ടാണ് ജിമിനും തേയും സുബോധത്തിലേക്ക് വരുന്നത്. രണ്ടുപേരും ഒരു ചെറിയ നാണം നിറഞ്ഞ പുഞ്ചിരിയോടെ നിന്നു. എന്റെ ദൈവമേ, എന്ത് രസായിരുന്നു നിങ്ങളുടെ ഡാൻസ് കാണാൻ. അതെ അതെ അളിയ, ഡാൻസ് അറിയാത്ത എന്റെ പെങ്ങളെ നീ ഒരു ഡാൻസുകാരിയാക്കി അല്ലേ? ശരിയാ, എന്തൊരു പേടിയായിരുന്നു നേരത്തെ. എന്നിട്ട് ആ മുഖത്ത് പേടിയൊന്നും ഡാൻസ് കളിക്കുമ്പോ കണ്ടില്ലല്ലോ. ഡാൻസർ ഹസ്ബൻഡ് ഉള്ളപ്പോ എങ്ങനെ പേടിക്കാനാ? എന്നാലും നിങ്ങളുടെ കെമിസ്ട്രി, ഓ, ഒരു രക്ഷയുമില്ല. എല്ലാവരുടെയും പ്രശംസയിൽ മുഴുകി ജിമിനും തേയും നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്യുകയായിരുന്നു. അവർ അറിയാതെ തന്നെ എന്തോ ഒന്ന് അവരുടെ ഇടയിൽ സംഭവിക്കുന്നതായി രണ്ടുപേർക്കും തോന്നി. എങ്കിലും ഒന്നും തുറന്നു പറയാൻ അവർക്ക് തോന്നിയില്ല. അങ്ങനെ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അതിഥികളെല്ലാം പിരിഞ്ഞുപോയി. മോളെ, ദേ ഈ ബൈബിൾ പിടിച്ചോണ്ട് വലത്തുകാല് വെച്ച് കയറ്. എല്ലാവരും തേയുടെ ഗൃഹപ്രവേശം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. വെഡ്ഡിംഗ് ഗൗണിൽ നിന്നും മന്ത്രകോടി ഉടുത്ത് സ്വർണ്ണാഭരണ വിഭൂഷിയായി തേയ ജിമിൻ്റെ ഭാര്യയായി അവൻ്റെ വീട്ടിൽ പ്രവേശിച്ചു.
ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സമാധാനമായത്. എല്ലാം ഭംഗിയായി തന്നെ അവസാനിച്ചു. അതേടാ, കുറച്ചു സമയം കൊണ്ട് തന്നെ എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്യാൻ സാധിച്ചു. ആ മക്കളെ, ദേ ഈ പാല് കുടിച്ചേ. ഇത് വീട്ടിൽ വെച്ചുള്ള ചടങ്ങാണ്. തേയും ജിമിനും റീനയുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി പാൽ കുടിച്ചതിന് ശേഷം ജിമിൻ എഴുന്നേറ്റു. ഞാനെങ്കിൽ റൂമിലേക്ക് പോകുക. നാളത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്ത് മീറ്റിംഗ്? കുറച്ചു നാളത്തേക്ക് നീ ഓഫീസിൽ പോകുന്നില്ല. അല്ല ഡാഡി, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. ആ, എങ്കി എന്റെ മോൻ കേട്ടോളൂ. ഞാൻ കുറച്ചു ദിവസം മുൻപ് റിജോയെ വിളിച്ച് നിനക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ മീറ്റിങ്ങിനും നിനക്ക് പകരം ജൂൺ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്കിള് പറഞ്ഞ ശരിയാടാ. ഇനി 1 വീക്ക് ഞാനായിരിക്കും കമ്പനി ഷെഡ്യൂൾസ് ഡീൽ ചെയ്യുന്നത്. അല്ല, അത് പിന്നെ... ഒരു പിന്നെയുമില്ല. 2 ദിവസം കഴിഞ്ഞാ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പാണ്. അതിനുള്ളതെല്ലാം റെഡിയാക്കണ്ടേ? എന്ത് ഹണിമൂണോ? ഡാഡി എന്താ പറഞ്ഞേ? അതെ, ഹണിമൂൺ ട്രിപ്പ്. എന്റെയും നിന്റെ അമ്മായിപ്പന്റെയും വക നിങ്ങൾക്കുള്ള വെഡ്ഡിംഗ് ഗിഫ്റ്റ്. അതെ മോനെ, ഈയൊരു ട്രിപ്പ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ തമ്മിൽ അത്ര പരിചയമില്ലല്ലോ. ഈയൊരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ നിങ്ങൾ തമ്മിൽ പരസ്പരം കുറച്ചെങ്കിലും മനസ്സിലാക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഗിഫ്റ്റ് മോൻ നിരസിക്കരുത്. ഞങ്ങളുടെ സ്നേഹമായിട്ട് സ്വീകരിക്കണം. ജിമിന് അബ്രഹാം പറഞ്ഞ വാക്കുകേട്ട് എതിർത്ത് പറയാൻ തോന്നിയില്ല. ആഹാ, എവിടേക്കാ അങ്കിളെ ഈ ട്രിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഇവരെ പാരീസിലേക്കാണ് മോളെ അയക്കുന്നത്. വാവ്, അടിപൊളി. നാത്തോനെ പാരീസിലേക്കാണ് പോകുന്നത്. കപ്പിൾസിന് അവിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്ലേസ് ആണ്. നിങ്ങൾ ഉറപ്പായും ഒരു റൊമാൻറ്റിക് ഹണിമൂൺ ട്രിപ്പ് ആയിരിക്കും. തേയ ഒരു ചെറിയ നാണത്തോടെ ചിരിച്ചു നിന്നു. അവൾ പതിയെ മുഖമുയർത്തി ജിമിനെ നോക്കി. ജിമിൻ തേയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ അവന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണാൻ സാധിച്ചില്ല. ഇനി ഇച്ചായന് ഈ ട്രിപ്പ് ഇഷ്ടമല്ലെങ്കിലോ? വെറുതെ ഇച്ചായനൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം. ഡാഡി, അങ്കിൾ, ജെറുമോ ഞങ്ങൾ പോയാൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? തൽക്കാലം ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. അയ്യോ മമ്മി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. ഇനി എന്നും ഇവിടെ മമ്മി ഉണ്ടാവല്ലോ. അപ്പോ നോ പ്രോബ്ലം. ദാ, അവനൊരു കുഴപ്പമില്ല. നീ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ജിമിനെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? കണ്ടോ, ഇവിടെ ഇപ്പോഴേ ഭർത്താവിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സാറയുടെ തമാശ കേട്ട് എല്ലാവരും ചിരിച്ചു. അയ്യോ മമ്മി, ഞാനങ്ങനെ... ട്രിപ്പിന് പോവാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് കരുതി പറഞ്ഞതാണ്. എന്തായാലും നിങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. ആ, കണ്ടോടി, നിന്നെ കളിയാക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഒരാൾക്ക് സഹിച്ചില്ലെന്ന് തോന്നുന്നു. ശരി ശരി, എല്ലാവരുടെയും സംസാരം കഴിഞ്ഞേ പോയി ഫ്രഷ് ആവ്. നേരം സന്ധ്യ കഴിഞ്ഞു. ഇനി ഡിന്നർ കഴിക്കണ്ടേ? അതെ അതെ. തേയ, നീ തന്നെ ഓർണമെന്റ്സും മറ്റും ചേഞ്ച് ചെയ്യില്ലേ? ഞാനും ജെമിയും കൂടെ വരണോ? കുഴപ്പമില്ല ചേച്ചി, ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. ജിമിനും തേയും നേരെ അവരുടെ മുറിയിലേക്കും. തേയ അകത്തു കയറിയപ്പോൾ തന്നെ ജിമിൻ ഡോർ ലോക്ക് ചെയ്തു. ആ, തേയ, താൻ ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ഞാനൊന്ന് കുളിക്കട്ടെ. താൻ മാനേജ് ചെയ്തോളൂല്ലോ അല്ലേ? ഓക്കെ ചായ, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. ഇച്ചായും പോയി ഫ്രഷ് ആയിട്ട് വാ. ജിമിൻ പിന്നെ താമസിച്ചില്ല. സ്യൂട്ടിൻ്റെ കോട്ടും ടൈയും ഊരി മാറ്റിയതിന് ശേഷം അവൻ ബാത്റൂമിലേക്ക് കയറി. തേയ പിന്നെ പതിയെ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ കിടന്ന കസേരയിലിരുന്നു. ഹോ, ഈ സാരി ഓർണമെന്റ്സ് എല്ലാം കൂടി ദേഹത്ത് കിടന്ന് ചൂടെടുക്കുന്നു. ഇതൊന്ന് അഴിച്ചു വെച്ചിട്ട് വേണം സമാധാനായിട്ടിരിക്കാൻ. AC ഓണല്ലല്ലോ. റിമോട്ട് കിട്ടി.
ഹാവൂ, നല്ല തണുത്ത കാറ്റ്. AC തന്നെയാണ് മുഴുവൻ ടൈം ഇരുന്നതെങ്കിലും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ ചെറിയ ആശ്വാസമുണ്ട്. ഇതെല്ലാം കൂടി ഊരി കഴിയുമ്പോൾ റെഡിയാവും. ആദ്യം ഓർണമെന്റ്സ് എല്ലാം മാറ്റാം. തേയ തൻ്റെ ലഗേജിൽ നിന്നും ഓർണമെൻറ്റ്സ് ബോക്സ് എടുത്തു വെച്ചു. എന്നിട്ട് പതിയെ ഓരോന്നായി അഴിച്ചു മാറ്റി അതത് ബോക്സിൽ വെച്ചു. ഹോ, പകുതി ആശ്വാസായി. ഇനി തലയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഊരണം. ഷോ, ജീനി ചേച്ചിയും ജെമിയും കൂടി വിളിക്കേണ്ടതായിരുന്നു. സാരല്ല, ഞാൻ തന്നെ അഴിക്കാൻ നോക്കാം. അങ്ങനെ തേയ ഒരുവിധം ഹെയർ ആക്സസറീസ് എല്ലാം ഊരി മാറ്റി. തേയ്ക്ക് നല്ല നീണ്ട മുടിയായതുകൊണ്ട് എക്സ്റ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ തലയിൽ ചെറുതായി മസാജ് ചെയ്തു. ദൈവമേ, മുടിയെല്ലാം സെറ്റിംഗ് സ്പ്രേ കാരണം ചകിരി പോലെ ആയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ഇത്രയും വേണ്ടെന്ന്. ഇനി ഓയിൽ ചെയ്ത് ഹെയർ വാഷ് ചെയ്യാതെ നിവൃത്തിയില്ല. ഈ ചായ ഇറങ്ങാറായോ? ഇല്ലെങ്കിൽ ഈ സാരി കൂടി അങ്ങ് ഊരി മാറ്റായിരുന്നു. തേയ പതിയെ എഴുന്നേറ്റ് ബാത്റൂം ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നു. ചെവി ഡോറിനോട് ചേർത്തു നിന്നു. ഷവർ ഓണാണല്ലോ, അപ്പോ ഇപ്പോഴെങ്ങും ഇറങ്ങില്ലായിരിക്കും. ജിമിൻ ഉടനെ ഇറങ്ങില്ലെന്ന വിശ്വാസത്തിൽ തേയ സാരി അഴിക്കാൻ തുടങ്ങി. സാരി മാറ്റിവെച്ച് പകരമിടാനുള്ള ഡ്രസ്സ് നോക്കാൻ അവൾ പെട്ടി തുറന്നു. എന്റെ കുർത്തി എവിടെ? മമ്മിയോട് ഞാൻ പറഞ്ഞതാ അത് ആദ്യം തന്നെ വെക്കണമെന്ന്. ഈ പെട്ടിക്കകത്ത് വെച്ചേക്കുമായിരിക്കും. കിട്ടി. കുർത്തിയെടുത്ത് ബെഡിൽ വെച്ച ശേഷം അവൾ ബ്ലൗസ് അഴിക്കാനുള്ള ശ്രമത്തിലായി. കൈ എത്തുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും ദൈവമേ? ചേച്ചിയെ വിളിച്ചാലോ? പക്ഷെ ഞാനിങ്ങനെ ഈ കോലത്ത് വെളിയിൽ പോവും. തേയ അങ്ങനെ ബ്ലൗസ് അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ജിമിൻ പുറത്തു വന്നു. ഒരു ടവൽ പാത്രം അരയ്ക്കു ചുറ്റും കെട്ടിയിരുന്നു. പക്ഷേ തേയ അത് ശ്രദ്ധിച്ചില്ല. അവൾ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. സോറി, ഞാൻ ഡ്രസ്സ് എടുക്കാൻ മറന്നു. ജിമിൻ പറഞ്ഞുകൊണ്ട് തേയെ നോക്കിയപ്പോഴാണ് അവൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ ജിമിൻ തിരിഞ്ഞു നിന്നു. ഞാൻ കണ്ടത് അവള് കണ്ടു കാണൂ. എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഈ പോക്ക് പോയാ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ഇത് അഴിഞ്ഞു വരുന്നില്ലല്ലോ. അപ്പോഴാണ് ജിമിൻ ശ്രദ്ധിച്ചത് തേയ ബ്ലൗസിന്റെ ഹുക്ക് ഊരാൻ ശ്രമിക്കുകയാണെന്ന്. ഞാൻ ഹെൽപ്പ് ചെയ്താ അവൾ എന്തെങ്കിലും വിചാരിക്കൂ? കണ്ടിട്ട് കുറെ നേരായി കഷ്ടപ്പെടുകയാണെന്ന് തോന്നുന്നു. ജിമിൻ ഹുക്കുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. തേയുടെ വിളി കേട്ട് ജിമിൻ പെട്ടെന്ന് ഞെട്ടി തൻ്റെ കൈകൾ പിൻവലിച്ചു. ഓ, ഐ ആം സോറി, ഞാൻ അറിയാതെ. താൻ ഡ്രസ്സ് മാറിക്കോ. ഇതും പറഞ്ഞ് ജിമിൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. തേയ അകത്ത് അതുപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇച്ചാൻ എന്ത് കരുതിയിട്ടുണ്ടാവും? ഇനിവിടെ നിൽക്കണ്ട, വേഗം ബാത്റൂമിൽ കയറി കുളിക്കാം. തേയ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. ഇതേ സമയം ജിമിൻ റൂമിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അയ്യേ, നാണക്കേട്. ജിമിനെ, കൺട്രോൾ യുവർ സെൽഫ്. നീ പരിധി വിട്ടു പോകുന്നു. എന്ത് വിചാരിച്ചു കാണും? അവളോട് സോറി പറയാം. പാവം പേടിച്ചു പോയി കാണും. നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? ഇതെന്താ, നീ വല്ല ബോഡി ഷോയ്ക്കും പോകുന്നുണ്ടോ? അപ്പോഴാണ് ജിമിൻ തൻ്റെ കോലം ശ്രദ്ധിച്ചത്. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ അതേ പടി ഒരു ടവൽ മാത്രമാണ് അവൻ ഉടുത്തിരുന്നത്. അത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കോൾ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു, അതാ. എന്നിട്ട് കയ്യിൽ ഫോൺ കാണുന്നില്ലല്ലോ. അത് പിന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് എന്തോ ഓർത്തിറങ്ങിയതാ, മറന്നുപോയി. ഞാൻ എന്തായാലും
പിന്നെ ഓർക്കുമായിരിക്കും. മോനെ, അധികം ചാടി കളിക്കണ്ട. നീ ആ പെൺകുട്ടീനെ വല്ലതും പേടിപ്പിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അത് എല്ലാരും ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. നീ എന്തായാലും തേയെ കൂട്ടി അങ്ങ് വന്നേക്ക്. ജൂണിനും മനസ്സിലായിട്ടുണ്ടാവൂ. ഇല്ലായിരിക്കും. തേയെ ബാത്റൂമിൽ കയറിയോ? നോക്കാം. ജിമിൻ പതിയെ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കി. ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. അപ്പൊ കുളിക്കാൻ കയറി കാണും. ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം ഡ്രസ്സ് മാറി താഴെ പോവാം. ജിമിൻ വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് പോയി. കുറേ സമയം കടന്നുപോയി. ജിമിൻ ജൂണും ബെഞ്ചമിനുമായി ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൈക്കിളും അബ്രഹാമും ന്യൂസ് കണ്ടിരിക്കുന്നു. ജേമി ജെറിയെ കളിപ്പിക്കുന്നു. റീനയും സാറയും ജീനിയും ഡിന്നറിനുള്ളത് എടുത്തു വയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് തേയ നടന്നു വന്നത്. ആഹാ, മോളെത്തിയോ? എന്തു പറ്റി ലേറ്റ് ആയത്? ജിമിൻ നേരത്തെ വന്നല്ലോ. അത് പിന്നെ ആന്റി, ഇച്ചാൻ ആദ്യം കുളിച്ചിറങ്ങി. ഞാൻ കുറച്ചധികം സമയമെടുത്തു ഫ്രഷ് ആവാൻ. ഈ മേക്കപ്പും ഹെയർ സെറ്റിങ്സും എല്ലാം മാറ്റണ്ടേ, അതാ. ശരിയാ. അറിയാമോ റീന, ഇവളെ രാവിലെ 4-5 മണിയായപ്പോ എഴുന്നേറ്റ റെഡി ആവാൻ. എത്ര രൂപയുടെ മേക്കപ്പാ! ഇതിനൊക്കെ എന്തൊരു ചിലവാണെന്നോ. പണ്ടത്തെ കാലമല്ലല്ലോ, എല്ലാത്തിനും ചിലവ് കൂടി. പിന്നെ മോളെ, നിന്നോട് നേരത്തെ പറയണമെന്ന് കരുതിയതാണ്. ഇനി നീ എന്നെയും ഇച്ചാനെയും അങ്കിൾ ആന്റി എന്ന് വിളിക്കുന്നത് അങ്ങ് നിർത്തിയേക്കണം. ഞങ്ങളിപ്പോ നിന്റെ മമ്മിയും ഡാഡിയും ആണ്. ശരിയാ. എടാ ജിമിനെ, നിന്നോടും കൂടിയായി പറയുന്നത്. ഇനി മുതൽ ഞാനും ഇച്ചാനും നിനക്ക് മമ്മിയും ഡാഡിയാണ്, കേട്ടോ? കേട്ടു മമ്മി. നീ കേട്ടോ മോളെ? കേട്ടു മമ്മി. അതെ, നിങ്ങളുടെ പേരുമാറ്റ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ ഫുഡ് എടുക്കാമോ? എനിക്ക് ജെറിമോനും വിശന്നിട്ട് വയ്യ, അല്ലേ ജെറി? ഓ, ഇഞ്ചി വെച്ചേക്കണു. എന്തേലും പെട്ടെന്ന് കഴിക്കാൻ താ. മോനും മമ്മി ഫുഡ് എടുത്തു തരാലോ. എങ്ങോട്ടാ? ദേ, ഇന്ന് ഞാനാ ജെറിയെ നോക്കുന്നത്. ചേച്ചിക്ക് ഓഫ് ഡ്യൂട്ടി. ഇനി അങ്ങോട്ട് ഇവനെ നോക്കാൻ പോകുന്നത് ചേച്ചി തന്നെയല്ലേ. പിന്നെ ചേച്ചി നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നു. നല്ല ക്ഷീണം കാണും. അതെ, മോള് വാ, ആദ്യം നിങ്ങൾ കഴിക്കി. അയ്യോ സാരമില്ല, എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ കൂടുതലൊന്നും പറയണ്ട, ചെന്നിരിക്കി. ദേ, എല്ലാവരും വന്നേ. അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു. ജിമിനും തേയും ഒരുമിച്ചായിരുന്നു ഇരുന്നത്. ഇരുവരും പരസ്പരം മുഖം കൊടുക്കാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. ഞാനിന്ന് മമ്മയുടെയും പപ്പയുടെയും കൂടെയാ കിടക്കുന്നേ. ഇന്ന് മോൻ ജേമി ചേച്ചിയുടെ കൂടെ കിടക്ക്. മോന് ഇനിയും മമ്മിയുടെയും പപ്പയുടെയും കൂടെ കിടക്കാമല്ലോ. കുറച്ച് ദിവസത്തേക്ക് അവരൊറ്റയ്ക്ക് വിട്ടേക്ക്. ചേച്ചി, അത് കുഴപ്പമില്ല. അവൻ ഞങ്ങളുടെ കൂടെ കിടന്നോട്ടെ. എന്തു പറഞ്ഞാലും നടക്കില്ല. ദേ തേയ, അവൻ കൊച്ചുകുട്ടിയാ, അവനൊന്നും അറിയില്ല. അതുപോലെയാണോ നമ്മൾ? ഓരോന്നിനും അതിൻ്റെതായ സമയവും കാലവും ഉണ്ട്. ഈ ടൈം നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കേണ്ട സമയമാണ്. അതിനൊക്കെ പ്രസക്തി ഉണ്ടോ ചേച്ചി? ഉണ്ട്. നീ കൂടുതലൊന്നും പറയണ്ട. ദാ, വെള്ളം ഇവിടെ. ജിമിൻ രാത്രി പാലൊന്നും കുടിക്കില്ല, പക്ഷേ വെള്ളം കുടിക്കും. വൈകണ്ട, പോയിക്കോ, അവനങ്ങ് എത്തിക്കോളും. തേയ കൂടുതലൊന്നും പറഞ്ഞില്ല. അവൾ ജെറിയെ കയ്യിലെടുത്തു കെട്ടിപ്പിടിച്ച് ഒരുമ്മ കൊടുത്തു. നമുക്ക് വേറൊരു ദിവസം ഒരുമിച്ച് കിടക്കാം. സോറി മോനെ. കുഴപ്പില്ല മമ്മി. മമ്മി ഇനി ഇവിടെ കാണുമല്ലോ. അതുകൊണ്ട് എനിക്കെപ്പോ വേണമെങ്കിലും മമ്മിയുടെ അടുത്ത് വരാലോ. മമ്മി പോയി ഉറങ്ങിച്ചോ. ഉമ്മ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. റൂമിൻ്റെ ഉള്ളിലെത്തിയ തേയ ഒരു നിമിഷം ഡോർ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. റൂമും ബെഡും റെഡ് റോസസ് കൊണ്ട് അലങ്കരിച്ചിരുന്നു. ടേബിളിലും മറ്റും സെൻറ്റഡ് കാൻഡിൽസും മറ്റും കത്തിച്ചു വെച്ചിരിക്കുന്നു. ലൈറ്റെല്ലാം ഡിമ്മാക്കി ഇട്ടിരിക്കുന്നു. സർപ്രൈസ്. നാത്തൂനെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡെക്കറേഷൻ? പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ബെഞ്ചമിനും ജേമിയും മുന്നിൽ വന്നത് കണ്ട് തേയ ഒന്ന് ഞെട്ടി. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. ഉണ്ട്, ഇത് ഞങ്ങളുടെ വക നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അപ്പോ ഹാപ്പി മാരൽ
ഫസ്റ്റ് നൈറ്റ് ഒക്കെ അടിച്ചു പൊളിക്ക്. ഗുഡ് നൈറ്റ്. അല്ല പക്ഷേ തേയയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ജെയ്മിയും ബെഞ്ചമിനും അവിടെ നിന്നും പോയി.